ഡിയാസ് ബ്രദേഴ്സ് ആരെയും കൂസാത്ത സ്വഭാവം, ഏതു നിമിഷവും എവിടെയും വെച്ചൊരു കലാപമുണ്ടാക്കാൻ ഒരുങ്ങി നടക്കുന്നവർ, തങ്ങൾക്കെതിരെ നിൽക്കുന്നത് ആരായാലും യാതൊരു ഭയവുമില്ലാതെ എതിരിടുന്നവർ. ഡിയാസ് ബ്രദേഴ്സ് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അവർ ഇങ്ങനെയായി മാറുവാൻ പല കാരണങ്ങളുണ്ട്. അമേരിക്കയിലെ സ്റ്റോക്ടൺ എന്ന കൊല്ലും കൊലയുമൊക്കെ സ്ഥിരമായി നടക്കുന്ന നഗരത്തിൽ ജനിച്ച നിക്കും നെയ്റ്റും ഒക്ടഗണിൽ മാത്രമല്ല ജീവിതത്തിലും പോരടിച്ചുകൊണ്ട് ഉയർന്നു വന്നവരാണ്. കലാപങ്ങൾക്കിടയിൽപ്പെട്ട ഗൺഷോട്ടുകളിലും കത്തിമുനയിലും അവരുടെ പല സുഹൃത്തുക്കളെയും ഉറ്റവരെയും നഷ്ടപ്പെട്ടു. പക്ഷേ ഡിയാസ് ബ്രദേഴ്സ് എതിരാളികൾക്കെതിരെ ഒന്നായി പോരാടി. ഇപ്പോഴും അവരുടെ ജീവിതം ഒരു പോരാട്ടമാണ്, അതിജീവനത്തിനുള്ള പോരാട്ടം. 1983 നിക് ഡിയാസ് ജനിച്ചത്. അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷമാണ് 1988 നെയ്റ്റിന്റെ ജനനം. നിക് നെയ്റ്റിന് ഒരു സഹോദരനിൽ ഉപരി ഒരു രക്ഷകനായിരുന്നു. നിക് തനിക്കൊപ്പം ഉള്ളിടത്തോളം ആരും തന്നെ തൊടില്ലെന്ന ആത്മവിശ്വാസം കൊച്ചു നെയ്റ്റിന് എന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ബാല്യത്തിൽ സ്റ്റോക്ടൺ നഗരത്തിലെ ആക്രമണം, ഗുണ്ടായിസം, മാനസിക പീഡനങ്ങൾ എന്നിവയിൽ നിന്ന് നെയ്റ്റ് പലപ്പോഴും രക്ഷപ്പെട്ടിരുന്നു. നന്നേ ചെറുപ്പത്തിൽ അച്ഛൻ വിട പറഞ്ഞപ്പോൾ അമ്മ മാത്രമാണ് ഇരുവർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വന്നു. നിലനിൽപ്പിനായാണ് അവർ പോരാടേണ്ടി വന്നത്. ആ പോരാട്ടത്തിൽ തോളിൽ കൈയിട്ടു നടന്നവർ പോലും നഷ്ടപ്പെട്ടു. എവിടെ നിന്നെങ്കിലും ഞൊടിയിടയിൽ വരാൻ സാധ്യതയുള്ള ഗൺഷോട്ടുകളെയും കത്തിയാക്രമണങ്ങളെയും കരുതിയാണ് അവർ ജീവിതം തള്ളി നീക്കിയിരുന്നത്. തെരുവിലെ ജീവിതം രണ്ടുപേരെയും ലഹരിയുടെ ലോകത്തേക്ക് പോലും എത്തിച്ചു. നിക് ഡിയാസ് 16-ാം വയസ്സിലാണ് ബ്രസീലിയൻ ജുജുത്സു പരിശീലനം ആരംഭിക്കുന്നത്. പെട്ടെന്ന് തന്നെ ജുജുത്സുവിൽ മികവ് പുലർത്തിയ നിക് നെയ്റ്റിനെയും പരിശീലനത്തിനായി ക്ഷണിച്ചു. പക്ഷേ നെയ്റ്റിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. നിക്കിന്റെ പിറകെ അയാൾക്കൊപ്പം ഉണ്ടാവണം എന്നു മാത്രമായിരുന്നു ആഗ്രഹം. നിക്കിന്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ നെയ്റ്റ് ജുജുത്സു പരിശീലനം ആരംഭിച്ചു. പക്ഷേ അയാളെ അത് തുടരാൻ നിർബന്ധിച്ചത് ഒരിക്കലും അതിനോടുള്ള താല്പര്യം ആയിരുന്നില്ല. മുഴുപട്ടിണിയിൽ കഴിഞ്ഞിരുന്ന അവർക്ക് പരിശീലനം കഴിയുമ്പോൾ കിട്ടുന്ന ഭക്ഷണമായിരുന്നു നെയ്റ്റിനെ എന്നും പരിശീലനത്തിന് പോകാൻ പ്രേരിപ്പിച്ചത്. വീട്ടിലിരുന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും, പക്ഷേ ഇവിടെ വന്നാൽ വൈകിട്ട് വയറു നിറയെ ഭക്ഷണം കിട്ടും. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കഠിനമായ പരിശീലനം, നീന്തൽ, സൈക്കിൾ യാത്ര അതെല്ലാം അവർ ജീവിതത്തിന്റെ ഭാഗമാക്കി. അവർക്ക് ജീവിതത്തിൽ ആദ്യമായി തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ എന്തിനെങ്കിലും കൊള്ളാമെന്ന് തോന്നിയത് ജിമ്മിലെ പരിശീലനത്തിലായിരുന്നു. അതവരുടെ ജീവിതം മാറ്റിയെന്നു തന്നെ പറയാം. ലോക്കൽ ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് 2001 നിക് തന്റെ പ്രൊഫഷണൽ MMA കരിയർ ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അയാൾ IFC ചാമ്പ്യനായി മാറുകയും 2003 UFC കടന്നു വരികയും ചെയ്തു. 2004 അണ്ടർഡോഗായി റോബി ലോലറിനോട് ഫൈറ്റ് ചെയ്ത നിക് 2ാം റൗണ്ടിൽ റോബിയെ നോക്കൌട്ട് ചെയ്തു. സ്റ്റോക്സ്റ്റൺ സ്ട്രീറ്റിൽ ഫൈറ്റ് ചെയ്ത് നടന്ന നിക് UFC പോലൊരു വലിയ ഓർഗനൈസേഷനിൽ വന്ന് വിജയങ്ങൾ കൈവരിച്ചിരിക്കുന്നു. പേയ്മെന്റ് ഇഷ്യൂകളെ തുടർന്ന് എന്നാൽ ഇതിനുശേഷം പല പ്രൊമോഷനുകളിലും നിക് മാറി മാറി ഫൈറ്റ് ചെയ്തിരുന്നു. ഈ സമയങ്ങളിലൊക്കെ നിക് നന്നായി പോരാടിയെങ്കിലും അയാൾ ഡിപ്രഷനും ഡ്രഗ് ഉപയോഗവും ഒക്കെയായി സ്വന്തം ജീവിതത്തിൽ വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. തന്റെ എല്ലാമായിരുന്ന ഗേൾഫ്രണ്ട് സ്റ്റെഫനി 3ാം തവണ നടത്തിയ ആത്മഹത്യാ ശ്രമത്തിൽ വിജയിച്ച് മരണപ്പെട്ടതാണ് നിക്കിനെ മാനസികമായി തളർത്തിയത്. മരണശേഷം അയാൾ എല്ലാ ദിവസവും അവളുടെ ശവകുടീരത്തിനടുത്തു പോയിരുന്നു കൊണ്ട് അവളുടെ ആഗ്രഹം പോലെ താനൊരു മികച്ച ഫൈറ്ററായി മാറുമെന്ന് പറയുമായിരുന്നു. പിന്നീട് ഡിപ്രഷനായും ഡ്രഗ് ഉപയോഗമായും അത് മാറുകയും അയാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. അതൊക്കെ ഇപ്പോഴും തുടരുന്നു. എന്നാൽ നെയ്റ്റ് 2007 ദ അൾട്ടിമേറ്റ് ഫൈറ്റർ ചാമ്പ്യനായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് UFC കടന്നു വന്നു. UFC കുറെ നല്ല പ്രകടനങ്ങൾ അയാൾ ഈ കാലയളവിൽ നടത്തിയെങ്കിലും അർഹിക്കുന്ന പരിഗണന അവിടെ നിന്നും കിട്ടിയില്ല. ഡൊണാൾഡ് സെറോണിനെതിരെയും മൈക്കിൾ ജോൺസണെതിരെയും നെയ്റ്റ് നടത്തിയ പ്രകടനങ്ങൾ എന്നും ഓർമ്മിക്കുന്നതാണ്. 2011 UFC തിരികെ എത്തിയ നിക് BJ പെന്നിനെ തോൽപ്പിച്ചുകൊണ്ട് തന്റെ വരവറിയിച്ചു. പക്ഷേ പിന്നീട് നടന്നതൊക്കെ UFC ഫാൻസ് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കും. പലതവണ നിക്കിനെ മരിജുവാന ഉപയോഗിച്ചതിന്റെ പേരിൽ മെഡിക്കൽ ടെസ്റ്റിൽ പിടിക്കപ്പെടുകയും സസ്പെൻഷൻ നൽകുകയും ചെയ്തു. 2013 UFC കോൺട്രാക്ട് അവസാനിപ്പിച്ചപ്പോൾ ഇനി തിരികെ വരണമെങ്കിൽ ആദ്യ മാച്ചിൽ തന്നെ ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് നൽകണം എന്ന് പറഞ്ഞ നിക്കിനെ ഡാന മിഡിൽ വെയ്റ്റിൽ ആൻഡേഴ്സൺ സിൽവയുമായി ഒരു ഫൈറ്റ് നൽകുന്നു. പക്ഷേ ആ ഫൈറ്റ് നിക് തോൽക്കുകയും അയാളുടെ ഡ്രഗ് ടെസ്റ്റിൽ പിന്നെയും മരിജുവാനയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ UFC നിന്നും അയാൾക്ക് 5 വർഷത്തെ ബാൻ ലഭിച്ചു. പക്ഷേ അതേ ഫൈറ്റിൽ തന്നെ ആൻഡേഴ്സൺ സിൽവയെ നിരോധിത ഡ്രഗ് ഉപയോഗിച്ചതിന് പിടിച്ചുവെങ്കിലും 1 വർഷം മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. UFC എപ്പോഴും അവരുടെ ഇഷ്ടതാരങ്ങൾക്ക് സപ്പോർട്ടും തങ്ങളെ എതിർക്കുന്നവർക്കും അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നവർക്കും എതിരുമാണെന്നും ഈ സംഭവം വെളിവാക്കുന്നു. പിന്നീട് നിക് നൽകിയ അപ്പീലിൽ 5 വർഷത്തെ സസ്പെൻഷൻ 1.5 വർഷമായി കുറഞ്ഞുവെങ്കിലും 2021 വരെ അയാൾ UFC തിരികെ വന്നിരുന്നില്ല. ഇതിനിടയിൽ UFC നെയ്റ്റ് ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2015 മൈക്കിൾ ജോൺസനെ തോൽപ്പിച്ചതിനു ശേഷം അയാൾ കോണർ മക്ഗ്രേഗറിനെ വെല്ലുവിളിച്ചു. കോണർ വേഴ്സസ് ഡോ സാന്റോസ് ഫൈറ്റ് ക്യാൻസലായി റിപ്ലേസ്മെന്റ് തേടിയിരുന്ന UFCക്ക് ഈ വെല്ലുവിളി ആശ്വാസമായി. അവർ കോണർ വേഴ്സസ് നെയ്റ്റ് മാച്ച് ഷെഡ്യൂൾ ചെയ്തു. UFC 196 2016 മാർച്ച് 5 കോണറിന്റെ വിജയം കാണാൻ തിങ്ങി നിറഞ്ഞ കാണികളെ സ്തബ്ധരാക്കിക്കൊണ്ട് 2ാം റൗണ്ടിൽ നെയ്റ്റ് കോണറിനെ സബ്മിറ്റ് ചെയ്തു. UFC എല്ലാമായിരുന്ന കോണറിനെ നെയ്റ്റ് തോൽപ്പിച്ചത് ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ആയിരുന്നില്ല. കാരണം ഒരിക്കലും നെയ്റ്റിനെ ഒരു ലെവൽ 1 ഫൈറ്ററായി പോലും ആരും
ആരും കണ്ടിരുന്നില്ല. ഏത് പൊസിഷനിൽ എപ്പോൾ വേണമെങ്കിലും സബ്മിഷൻ നടത്താൻ കഴിയുന്ന നല്ല ബോക്സറായ അസാമാന്യ കാർഡിയോ ഉള്ള ആർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഫൈറ്റ് സ്വീകരിക്കുന്ന നെയ്റ്റിനെ റബൽ സ്വഭാവത്തിന്റെ പേരിൽ UFC എപ്പോഴും ഒതുക്കി വെച്ചിരുന്നു. പക്ഷേ ഈ ഫൈറ്റ് നെയ്റ്റിനെ അയാളുടെ കഴിവിനെ അംഗീകരിക്കാത്തവർക്ക് തിരിച്ചടി കൊടുക്കുക മാത്രമല്ല സാമ്പത്തികമായും സഹായിച്ചു. UFC വളരെ പെട്ടെന്ന് തന്നെ ഡിയാസ് വേഴ്സസ് മക്ഗ്രേഗർ 2 ഫൈറ്റ് സംഘടിപ്പിച്ചു. സാമ്പത്തിക ലാഭവും കോണർ എന്ന സൂപ്പർ സ്റ്റാറിനേറ്റ മുറിവ് മായ്ക്കുവാനുമായിരുന്നു ഈ റീമാച്ച്. ഓഗസ്റ്റ് 21, 2016 UFC 202-ൽ 5 റൗണ്ടുകൾ നീണ്ടുനിന്ന ഈ ഫൈറ്റിൽ UFC ആഗ്രഹിച്ചതുപോലെ തന്നെ കോണർ നെയ്റ്റിനെ തോൽപ്പിച്ചു. ഫൈറ്റിൽ നെയ്റ്റ് മക്ഗ്രേഗറിനേക്കാൾ മികച്ചു നിന്നുവെങ്കിലും ജഡ്ജസ് സ്കോർ കാർഡിൽ അയാൾ തോറ്റുപോയി. ഈ മത്സരം കഴിഞ്ഞ് പിന്നെയും നെയ്റ്റ് ഫൈറ്റ് ചെയ്തുവെങ്കിലും ഫൈറ്റേഴ്സിന് നൽകുന്ന പേയ്മെന്റിലെ ഏറ്റക്കുറവുകളെ വിമർശിച്ചുകൊണ്ടും തന്നെ വിലമതിക്കാത്ത UFC-യോട് പ്രതിഷേധിച്ചും അയാൾ UFC-യിൽ നിന്നും പിന്മാറി. എന്നാൽ പിന്നീട് തിരികെ വന്ന് ആന്റണി പെറ്റിസിനെ തോൽപ്പിച്ചുവെങ്കിലും ജോർജ് മാസ്വീഡ, ലിയോൺ എഡ്വേർഡ്സ് എന്നിവരോട് തോറ്റു. ഇടയ്ക്ക് എക്സിബിഷൻ ബോക്സിംഗുകളിൽ മത്സരിക്കുകയും സ്വന്തമായി ഫൈറ്റ് പ്രൊമോഷൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും തന്റെ UFC കോൺട്രാക്റ്റിലെ അവസാന മത്സരത്തിനായി തിരികെ വരികയും ടോണി ഫെർഗൂസിനെ നേരിടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം നിക്ക് 2021-ൽ തിരികെ വന്ന് റോബി ലോലറുമായി മത്സരിച്ചുവെങ്കിലും തോറ്റുപോയി. ഡ്രഗ് ഉപയോഗവും ഡിപ്രഷനും ഫൈറ്റിംഗ് റിംഗിൽ നിന്നും വർഷങ്ങളായി മാറി നിന്നതും അയാളുടെ പോരാളിയെ നശിപ്പിച്ചു. ഡിയാസ് സഹോദരങ്ങളുടെ കാർഡിയോ ആയിരുന്നു അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നത്. എന്നാൽ നിക്കിൽ ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ഇനിയൊരു പ്രൊഫഷണൽ ഫൈറ്റ് ചെയ്യാനുള്ള ഊർജവും അയാളിലില്ല. കാരണം പ്രായം അയാളെ തളർത്തിയിരിക്കുന്നു. UFC-യിൽ ഡിയാസ് സഹോദരങ്ങൾക്ക് ബെൽറ്റോ ചാമ്പ്യൻഷിപ്പ് ഒന്നും തന്നെയില്ല. പക്ഷെ അവരെ ഓർത്തിരിക്കാൻ അതിന്റെയൊന്നും ആവശ്യമേ ഇല്ല. ഫൈറ്റിൽ ഓരോ റൗണ്ട് കഴിയുന്തോറും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് വന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന, ഒരിക്കലും തളരാത്ത അവരുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ എല്ലാവരും എന്നും ഓർത്തിരിക്കും. എല്ലാവിധ സിസ്റ്റത്തിനോടും തങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാവരോടും കലഹിച്ചുകൊണ്ട്, എല്ലാവരോടും പോരാടിക്കൊണ്ട് അവർ എന്നും നമുക്ക് മുൻപിൽ ഉണ്ടാവണം. തെറ്റുകൾക്കെതിരെ, ഒഴിവാക്കലുകൾക്കെതിരെ പോരാടുന്നവർക്കൊരു മാതൃകയായി.